ഇന്ന് നമുക്ക് ക്രോഷേ സ്റ്റിച്ചുകൾ പഠിച്ചു തുടങ്ങിയാലോ? അപ്പോൾ ആദ്യമേ ഞാൻ കാണിക്കുന്ന ചെയിൻ സ്റ്റിച്ചാണേ. അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മൾ ഇതേപോലെ ഒരു ത്രെഡ് എടുത്ത് ക്രോസ് ആയിട്ട് നമ്മുടെ കയ്യിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ റോൾ ചെയ്യുന്ന പോലെ ചെയ്യണം. പിന്നീട് നമുക്ക് നീഡിലകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ മുകളിലുള്ള ലൂപ്പ് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം സെറ്റായി. ഇതാണ് ബേസ് ആയിട്ടുള്ള സ്റ്റിച്ച്. ഇതിൽ നിന്നാണ് നമ്മളിങ്ങനെ ഓരോ ചെയിൻ സ്റ്റിച്ചും കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു രണ്ട് സൈഡും പിടിച്ച് വലിക്കുമ്പം ഇതേപോലെ ഊരി വരണം. അതാണ് കറക്റ്റായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്റ്റിച്ച്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു നൂലെടുത്തു, ഇതേപോലെ കയ്യിലൊന്ന് ചുറ്റി നമ്മുടെ ഒരു ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്യുക. എന്നിട്ട് താഴെ കൂടെ നമ്മുടെ നീഡിൽ കയറ്റി ആ മുകളിൽ നിന്ന് ലൂപ്പ് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ടൈറ്റ് ആവുകയെ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ചെയ്യേണ്ട, അത് ആ നീഡിലിൻ്റെ മുകളിൽ കൂടെ റൺ ചെയ്യുന്ന പോലെ ടൈറ്റ് ആയാൽ മതി. സംഭവം സെറ്റായിട്ടുണ്ട്. ഇത്രയും ഒരു ചെറിയ ഹോളാണ് നമുക്ക് വേണ്ടുന്നത്. ഇതാണ് ഫസ്റ്റ്. ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ച് ആക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോ ഹോളിൽ നിന്നും പുറത്തുനിന്ന് ഓരോ ലൂപ്പ് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ചെയിൻ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ബേസ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതേ കണക്ട് ചെയ്തായിരിക്കും നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര ചെയിൻ സ്റ്റിച്ച് വേണോ അതനുസരിച്ച് നമ്മുടെ ഒരു പിന്നലുണ്ടല്ലോ, ലാസ്റ്റ് കാണുമ്പോൾ നമ്മുടെ മുടി മെടഞ്ഞിടുന്ന പോലെ ഇരിക്കും. അതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചല്ലോ. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ കണ്ടാൽ മതി. ഇനി നമുക്ക് മാജിക് റിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തത് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ്. ഏറ്റവും എളുപ്പം ചെയിൻ സ്റ്റിച്ചാണ്. മാജിക് റിങ്ങും പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ആദ്യമേ ഒന്ന് ഇച്ചിരി കൺഫ്യൂഷൻ വരും. ഇതേപോലെ ക്രോസ് ചെയ്തു, മുകളിൽ നിന്ന് വലിച്ചെടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ഇത്രയും സ്റ്റേജാണ് ഫസ്റ്റ് കണ്ടത്. പിന്നീട് ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മാജിക് റിങ് കംപ്ലീറ്റ്. ഇതാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. ഇതും ഒരു ബേസ് സ്റ്റേജാണ്. അപ്പം ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നമ്മൾ ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് താഴേന്ന് കയറ്റി ആ മുകളിലത്തെ ലൂപ്പ് വലിച്ചെടുക്കും. ഇതേപോലെ വലിച്ചെടുത്തിട്ട് അത് ഒരിച്ചിരി അതായിപ്പോയി. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതേപോലെ ആക്കി മുകളിൽ നിന്ന് വലിച്ചെടുത്ത് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ആ അകത്തുനിന്ന് ഒരു ലൂപ്പ് കൂടെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മാജിക് റിങ് സെറ്റായി. ഇനി ഈ മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ പോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാജിക് റിങ് വഴിയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ്. താഴേന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അപ്പോൾ മുകളിൽ 2 എണ്ണം കാണും. അതെടുത്ത് ഇതൊരു SC എന്നാണ് പറയുന്നത്. 1 SC എന്നാണ് ഓരോ അതിന് പറയുന്നത്. അപ്പം നമ്മൾ 6 SC ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ 6 എണ്ണം ഞാൻ വലിച്ച് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 6 എണ്ണം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഈ ഒരു കറക്റ്റ് ഒരു സർക്കിളായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ 6 എടുക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ ഓരോ ക്രോഷയും ചെയ്യുമ്പം എണ്ണം അതനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ബേസ് സ്റ്റിച്ചാണ്. അപ്പം നമ്മൾ ഇതേപോലെ 6 എണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ആ ചെറിയ ത്രെഡ് ഉണ്ടല്ലോ, അത് വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം അത് ക്ലോസ് ആവും. നമ്മുടെ മാജിക് റിങ് ക്ലോസ് ആയി കഴിയും. ഇതേപോലെ ക്ലോസ് ആവുകയെ. പിന്നീട് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് നിർത്തിയ ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ഈ ഒരു നമ്മൾ നീളത്തിൽ ആക്കി വെച്ച ഈ ഒരു ലൂപ്പും ഫസ്റ്റ് തുടങ്ങിയ ലൂപ്പും കൂടെ കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെ കണക്ട് ചെയ്ത് ആ വലിയ ത്രെഡിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുത്തിട്ട് അതേ ത്രെഡ് തന്നെ നമ്മൾ മറ്റേ ഫസ്റ്റ് ലൂപ്പിനകത്തോട്ട് കയറ്റി ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാജിക് റിങ് സെറ്റായി കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത ഓരോന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ